ഹായ് ഹലോ ഗുഡ് മോർണിംഗ് സിദ്ധവാളോസിൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എന്നുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. മഴയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എന്നാ പറയുന്നത്, ചില സമയത്ത് ഒരു ശകലം വെയിൽ, ചില സമയത്ത് ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കും, അങ്ങനെയൊക്കെ ഇരിക്കുന്നു. എനിക്കാണെങ്കിൽ മിറ്റമൊക്കെ ഇങ്ങനെ ഞാനെല്ലാം ഒന്ന് നീറ്റാക്കി ക്ലീനാക്കിയായിരുന്നു. വീണ്ടും കളയെല്ലാം പിടിച്ച് കിടക്കുന്നു. കാരണം മഴയത്ത് നമ്മൾ കളവുല്ലി അടിച്ചിട്ടും കാര്യമില്ല. ഇനി അതെല്ലാം കൈവച്ച് പറിക്കണം. അപ്പോൾ 2-3 ദിവസത്തോടെ കഴിഞ്ഞാൽ ഓണമാണ് അല്ലേ. ഓണം ആകുമ്പോൾ എന്നാ പറിച്ച് പറഞ്ഞാലും നമുക്ക് ഓണം ഇല്ലെന്ന് പറഞ്ഞാലും നമ്മൾ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി ഇടണമല്ലോ. 2 ദിവസം കൂടെ ഉണ്ട്. അപ്പോൾ ഇന്ന് എനിക്ക് വേറെ കുറേ അധികം കാര്യങ്ങളുണ്ട് കേട്ടോ. ഇന്ന് 13-ാം തീയതിയാണ്. ഇന്ന് 13-ാം തീയതി ഒരു വിശേഷമുള്ള ദിവസമാണ് കേട്ടോ. ഭയങ്കര വിശേഷമുള്ള ദിവസമാണ്. അച്ചുവിൻ്റെയും മാളുവിൻ്റെയും അവിടെ ഭയങ്കര അടിപൊളി ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. കുമരകത്തൊരു റിസോർട്ടിൽ വെച്ചാണ്. ചെല്ലണം എന്ന് പറഞ്ഞാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പോയിട്ട് ഇത്രയും ദൂരം ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ ഇനി പോകാനായിട്ട് പാടായതുകൊണ്ടാണ് കേട്ടോ പോകാത്തത്. പിള്ളേരും പോകുന്നില്ല, അമ്മുമൊക്കെ പോകുന്നില്ല. അമ്മൂനൊക്കെ പോകാൻ പറ്റിയില്ല. എന്നാലും ആരെങ്കിലുമൊക്കെ പിള്ളേർ സെറ്റ് പറയുന്നത് പോയി കാണുമായിരിക്കും, അറിയത്തില്ല. ആരെങ്കിലും പോയി കാണും. എന്തായാലും അവർ നല്ല ഭംഗിയായിട്ട് അടിച്ചു പൊളിക്കും. കഴിഞ്ഞ ദിവസം ഇന്നലെ വിളിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു ഡ്രസ്സ് എടുക്കാനൊക്കെ മിനിഞ്ഞാന്ന് പോയി. അടിപൊളിയായിരുന്നടി. പിള്ളേർ പോയി ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് വന്നു. ആ ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ള നല്ല അടിപൊളി പരിപാടിയായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അത് പോയി നേരിട്ട് കാണണമെന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഈ പറഞ്ഞോൾക്ക് ചേട്ടായിക്ക് ലീവ് ഒരു തരത്തിലും കിട്ടത്തില്ല. കല്യാണത്തിന് പോകാൻ പോലും പറ്റിയില്ല. പിന്നെ ഞാൻ തന്നെയൊക്കെ പോക്ക് ബുദ്ധിമുട്ട്. അത് തന്നെയല്ല ഈ കഴിഞ്ഞ ദിവസത്തെ യാത്രയെ കഴിഞ്ഞ് മടുപ്പാണ്. ഈ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും പോക്ക്. കാര്യം ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞാലും മടുപ്പാണ് കേട്ടോ. അതുകൊണ്ട് നമ്മളത് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്, പോയിട്ടില്ല. ചേച്ചിയൊക്കെ ഇന്നലെയും വിളിച്ചപ്പോൾ പറഞ്ഞാൽ വരാൻ പറ്റുമെങ്കിൽ വാടി എന്ന് പറഞ്ഞാൽ പക്ഷെ പോകാൻ പറ്റിയില്ല. അപ്പോൾ ഉപ്പറേന്ന് സന്തോഷമൊന്നും പോയിട്ടില്ലെന്ന് തോന്നുന്നു. പിന്നെ മോളിൽ നിന്ന് കുട്ടാരോട് നല്ല ചിലപ്പോൾ പിള്ളേർ പോകുമായിരിക്കും, അറിയത്തില്ല. അങ്ങനെ അമ്മ പിന്നെ പറ്റിയല്ലോ. അപ്പോൾ അങ്ങനെ അതൊക്കെയാണ് വിശേഷങ്ങൾ. എന്തായാലും പോയില്ലെങ്കിലും എൻ്റെ കണ്ണിൽ ആ ദൃശ്യങ്ങളൊക്കെ ഇങ്ങനെ മിന്നിയും പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. കാരണം അത്രയും നല്ല രീതിയിലുള്ള കല്യാണവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സ് അറിഞ്ഞിരിക്കുകയാണ്. അപ്പം ആ ഫംഗ്ഷനും അത്രയും ഗ്രാൻഡ് ആക്കാനായിട്ട് അവർ നോക്കത്തുള്ളൂ. നല്ല അടിപൊളി പരിപാടിയായിരിക്കും. നല്ല അടിപൊളി പരിപാടിയായിട്ട് മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്തു കേട്ടോ. ഇന്ന് വൈകിട്ട് ഇന്നാണ് പരിപാടി. അപ്പോൾ എല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ എന്ന് തമ്പുരാനോട് പ്രാർത്ഥിക്കുന്നു. നമുക്കതൊക്കെയല്ലേ പറ്റത്തുള്ളൂ. പോയിക്കൂടാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ദൈവത്തോട് പറയുക അല്ലേ, നല്ല രീതിയിൽ നടത്തണേ, നല്ലതായിട്ട് മാറ്റടേത്. അപ്പോൾ അങ്ങനെ അപ്പം ചെറിയൊരു വെയിലും വെട്ടവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എനിക്ക് ഉപ്പുകാരം പോകണം. നമുക്ക് ചേട്ടായുടെ എസ്റ്റേറ്റിൻ്റെ മറ്റേ ഇതുണ്ടല്ലോ, ഒരു മഞ്ഞ കാർഡുണ്ട് കേട്ടോ. അതിന് നമുക്ക് ഓണത്തിന് ആ കിളികളിരുന്ന് ചിലയ്ക്കുന്നുണ്ടോ. ആ കിളിയരിച്ച് അലമ്പാന്ന് പറയും. അറവിലാണോ അറവിറ്റതാണോ, നമ്മുടെ ഉറവിലാണോ ഞാൻ എറിഞ്ഞ് ഓടിക്കുക. എനിക്ക് ഇഷ്ടമില്ല കിളിയെ വയ്ക്കുന്നത്. അപ്പം ചേട്ടായിക്ക് ഒരു മഞ്ഞക്കാരനുണ്ട്. നമ്മുടെ എസ്റ്റേറ്റ് അടച്ചു പൂട്ടിപ്പോയി. എൻ്റെ എല്ലാവർക്കും ഒരു തൊഴിലാളികൾക്ക് അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരു കാർഡുണ്ട്. ആ കാർഡിന് ഓണത്തിന് നേരത്തെയൊക്കെ അരിയും പിന്നെ കുറച്ച് ഏറെ സാധനങ്ങൾ അത് ഇതൊക്കെ കിട്ടുമായിരുന്നു. ഇപ്പം വന്ന് അരി മാത്രമായിട്ടുള്ളതെന്ന് തോന്നുന്നത്. അത് 10 20 നടത്തില്ല കിലോ അരിയുള്ളൂ. പക്ഷേ സൂപ്പർ അരി ആയിരിക്കും കേട്ടോ, നല്ല അരിയായിരിക്കും. അപ്പം അത് ഇവിടെ നമ്മുടെ ഉപ്പുകാര പാലത്തിൻ്റെ ഒക്കെ അവിടെ എങ്ങാണ്ട് ഏതോ ഒരു സ്ഥലത്ത് വെച്ചാൽ കൊടുക്കുന്നതെന്ന് പറഞ്ഞു, ഏതോ ഒരു കടയിൽ വെച്ചാൽ കൊടുക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്ന് മേടിക്കാൻ പോകണം. പിന്നെ സിയാറിലൊന്ന് പോകണം. സിയാറിൽ ഇപ്പോൾ തന്നെ കാര്യമൊക്കെ അവിടെ ഇരിക്കട്ടെ. എൻ്റെ അത് പിന്നീട് പറയാം. സിയാറിലൊന്ന് പോകണം. അതിനൊക്കെ വേണ്ടി ഞാനിങ്ങനെ ഒരുങ്ങി റെഡി ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ, പോകാമെന്ന് കരുതിക്കൊണ്ട്. പിന്നെ എന്നാ വേറെ വിശേഷങ്ങൾ? പിന്നെ ചേട്ടായി ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ വലിയൊരു മുട്ടൻ സംഭവം എനിക്കൊരു പണി തന്നു. മുട്ടൻ എന്ന് വെച്ചാൽ ഒരു മുട്ടൻ തന്നെയായിരുന്നു. അപ്പോൾ അത് എൻ്റെ ഭാഗമൊക്കെ ഞാൻ ഇതിനകത്ത് വീഡിയോയ്ക്ക് എത്തിട്ടേക്കാം. കുറച്ച് ഭാഗമൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ പറയുന്നത്, ഞാൻ ആരെയും ഇതാക്കി കാര്യങ്ങൾ പറഞ്ഞൊന്നുമല്ല ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്ത് മുമ്പോട്ട് പോകുന്നത് കേട്ടോ. നമ്മൾ നമ്മുടേതായ സ്വന്തം സന്തോഷങ്ങളും കാര്യങ്ങളും കണ്ടെത്തി ഇങ്ങനെ മുമ്പോട്ടേക്ക് പോകുന്നതിനോടാണ് എനിക്ക് താല്പര്യം. എന്നാന്ന് വെച്ചാൽ ഇനി എത്ര നാൾ എന്തെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മുടെ ജീവിതം എവിടെ ചെയ്ത് നിൽക്കും, എങ്ങനെയാകും, നാളത്തേനുണ്ടോ, ഇതൊന്നും പറയാൻ പറ്റത്തില്ല. എൻ്റെ ദൈവമേ കണ്ടോ, ശരിക്കും മനസ്സ് തകർന്നു പോകുന്ന ഒരു കാഴ്ചയല്ലേ ഇന്നലതൊക്കെ നമ്മൾ കേരളക്കാരെ കണ്ടത്. അച്ഛനും അമ്മയും എല്ലാം നഷ്ടപ്പെട്ട ശ്രുതി എന്ന് പറഞ്ഞാൽ പൊന്നുമോക്ക് കാവലായിട്ട് തുണയായിട്ട് നിന്നിരുന്ന ആ മോനെയും വിധിയുടെ രൂപത്തിൽ തട്ടിക്കൊണ്ട് പോയില്ലേ. അയ്യോ എൻ്റെ ദൈവമേ, സഹിക്കാൻ പറ്റാത്ത യൂട്യൂബ് തുറന്നാലും TV വെച്ചാലും എല്ലാം വേദന. ഞാൻ ചിലപ്പോൾ ഓർക്കുവേ, എന്തൊക്കെ കൊള്ളരുതായ്മകൾ ചെയ്ത് എന്തൊക്കെ ദുഷ്ടത്തരങ്ങളും കള്ളത്തരങ്ങളും കോലയും കഞ്ചാവും എന്തൊക്കെ ഈ ന്യൂസ് എടുത്ത് നോക്കുമ്പോഴത്തേനും എന്തൊക്കെ ദുഷ്ടത ചെയ്യുന്ന എത്രയോ ആൾക്കാരുണ്ട്. അതിനെക്കാട്ടി ഒരു എത്രയോ വയ്യാത്ത രോഗികളായിട്ട് നിസ്സാര ശരീരത്ത് പൊട്ടി പുഴുക്കൾ വരെ അരിച്ചുകൊണ്ട് കിടക്കുന്ന എത്രയോ രോഗികളുണ്ട് നമ്മുടെ നാട്ടിൽ. പക്ഷെ അവരെ ഒന്നും എടുക്കാണ്ട് ഈ ഒരു
നമുക്കതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരവസ്ഥയാണ് അല്ലേ. എൻ്റെ ദൈവമേ പാവം ഈശ്വര, ആ കുഞ്ഞിന് താങ്ങാൻ എന്നായിരിക്കും അതിൻ്റെ അവസ്ഥ. പക്ഷേ ആ മോൻ്റെ അവർ രണ്ടിൻ്റെ കൂടെ ഉള്ളൊരു ഇൻ്റർവ്യൂ ഒക്കെ ഞാൻ ഇന്നലെ ജസ്റ്റ് വീണ്ടും 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 എടുത്തു നോക്കി. അപ്പോൾ അവൻ പറയുന്നുണ്ട്, എൻ്റെ ശ്രുതിക്ക് ഒരു ജോലിയും ഒരു വീടും ഉണ്ട്, അവൾ സുഖമായിട്ട് ജീവിക്കും, പിന്നെ അഥവാ എനിക്ക് എന്തെങ്കിലും പറ്റിയെങ്കിലോ അഥവാ എനിക്ക് എന്തെങ്കിലും പറ്റുമോ എൻ്റെ കാര്യം അങ്ങനൊന്നും പറയാൻ പറ്റത്തില്ല, എൻ്റെ ജോലി ഇതാണ് എന്നൊക്കെ. അപ്പോൾ എന്തോ നാക്കേൽ ഗുളികം വന്നിരുന്ന് പറയും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ കേട്ടിട്ടില്ലേ നമ്മൾ എന്ന് പറഞ്ഞോളൊക്കെ ഫീൽ ചെയ്തു കേട്ടോ. എന്നാ ദൈവമേ, എത്രയോ 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 രോഗികളൊക്കെ ഉണ്ട് ഈ ലോകത്ത്. എന്നിട്ട് പാവം പിടിച്ച ആ അപ്പനും ഇല്ല അമ്മയില്ല എല്ലാവരെയും 9 പേരും കണ്ട് ആ കുടുംബത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത്. എന്നിട്ടും ആ പെൺകുഞ്ഞ് പിന്നെ പിടിച്ച് നിർത്തിയത് ഈ ഒരു മോനാ, ഒന്ന് ഓർത്ത് നോക്കിയേ. എന്നിട്ട് ദൈവം എന്നൊക്കെ എന്നാ പറയുന്നത്, ചില സമയത്ത് നമുക്കൊരു അത്ഭുതം തോന്നും, തമ്പുരാനില്ലേ ദൈവം ഇങ്ങനെയൊക്കെ ഉള്ള കാഴ്ചകൾ കാണുമ്പോൾ ഭയങ്കരമായിട്ടൊരു വേദന തോന്നും കേട്ടോ. എന്നെ ചെയ്യാനല്ലേ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നലെ മൊത്തം എനിക്ക് വൈകിട്ടല്ല അത് തന്നെയായിരുന്നു. ഞാൻ ചേട്ടായിക്ക് സ്വസ്ഥത കൊടുത്തിട്ടില്ല, ചേട്ടായോട് അത് തന്നെ രാത്രി മൊത്തം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ചേട്ടാവിൻ്റെ ഇടി പോയിട്ട് പിന്നെ പോയില്ലേ, ഇനി പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ, അങ്ങനെ എങ്ങനെയാന്ന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആ കുഞ്ഞിന് സഹിക്കാനുള്ളതും പിടിച്ച് നിൽക്കാനുള്ളതും ശക്തിയും ത്രാണിയൊക്കെ കൊടുക്കട്ടെ എന്ന് പറയുന്നത് നമ്മുടെ അർജുൻ്റെ വൈഫിൻ്റെ അവസ്ഥ മാതിരിയായി അല്ലേ. അയ്യോ ദൈവമേ, എന്തെങ്കിലും ദൈവം നല്ലൊരു ഇത് കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക്. എൻ്റെ ഫാമിലി മെമ്പേഴ്സിനോട് എല്ലാവരോടും ഞാൻ ആവശ്യപ്പെടുകയാണ് കേട്ടോ, ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് വേണം നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട്. ഏറ്റവും കൂടുതൽ പ്രാർത്ഥനയോളം വലിയൊരു ഔഷധം വേറെ ഇല്ലെന്നാണ് പറയുന്നത്. സത്യം, നമുക്ക് ചില സമയങ്ങളിൽ സന്ദർഭങ്ങളിൽ വേറെ ഒന്നും ചെയ്യാനുള്ള സാഹചര്യം ഇല്ലെങ്കിലും ദൈവത്തോട് പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റും, ആർക്ക് വേണ്ടിയിട്ടാണെങ്കിലും അല്ലേ. ഒരു ഇത് കാണുമ്പോൾ മനസ്സിൽ നമുക്ക് വേദനയുണ്ട്, നമുക്കവിടെ ചെന്ന് പറ്റാനുള്ള ഇതില്ല, അല്ലെങ്കിൽ നമുക്ക് അവരെ ഒന്ന് ചേർത്ത് പിടിക്കാനുള്ള ഒരു ഇതിലെങ്കിലും പ്രാർത്ഥിക്കാൻ പറ്റും എന്ന് പറഞ്ഞവർക്ക് ഈ മോക്കും നല്ലൊരു ആശ്വാസമൊക്കെ കിട്ടട്ടെ, ദൈവം എന്തെങ്കിലും ഒരു പോംവഴി കാണിച്ചു കൊടുക്കട്ടെ എന്ന് നമുക്കൊക്കെ പ്രാർത്ഥിക്കാം അല്ലേ. അപ്പോൾ അങ്ങനെ, അപ്പോൾ എന്തായാലും ഞാൻ ഉപ്പേറക്കൊക്കെ ഒന്ന് പോയിട്ട് വരാം. ഞാൻ ഇന്ന് രാവിലെ ചേട്ടായിട്ട് പറഞ്ഞു ഇച്ചിരി പച്ചക്കറി മേടിക്കണം, എനിക്ക് ഇച്ചിരി സാലഡൊക്കെ കഴിക്കണം. പച്ചക്കറി എല്ലാം കഴിഞ്ഞു, ഞാൻ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒക്കെ പോയില്ലേ, അതുകൊണ്ട് ഒത്തിരി പച്ചക്കറി മേടിക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ആഴ്ചയൊക്കെ ഇച്ചിരി കുറച്ചാണ് മേടിപ്പിച്ചത്. അപ്പോൾ എന്നൊക്കെ വേണമെന്ന് പറഞ്ഞോളാം പറഞ്ഞു കേട്ടോ. ഞാൻ പറഞ്ഞതെല്ലാം തന്നെ കറക്റ്റ്. ഞാൻ പറഞ്ഞു ഉള്ളതെല്ലാം കൂടെ മേടിച്ചു കൊണ്ടുവന്നേക്കരുത്, ഇച്ചിരി ക്യാബേജ് വേണം, കുക്കമ്പർ വേണം, തക്കാളിപ്പഴം വേണം, ക്യാരറ്റ് വേണം, ക്യാപ്സിക്കം വേണമെന്ന് പറഞ്ഞു കേട്ടോ. അല്ലെങ്കിൽ ഒരു മേടിയിലങ്ങ് മേടിച്ചാൽ ചീഞ്ഞു നമുക്ക് ഈ ഭയങ്കര വിലയാണ് ഒന്നാമതേ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു കുറച്ച് മതി, ക്യാരറ്റ് ഇച്ചിരി കൂടുതൽ വേണേൽ മേടിച്ചോ എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞ കണക്ക് തന്നെ സാറ് കേട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ കത്രിയെന്ന് ഇപ്പം ഞാൻ പറിച്ചുകൊണ്ട് വെച്ചാൽ കേട്ടോ. പിന്നെ നിനക്ക് ഇഷ്ടമുള്ള ഒരു സാധനം കൊടുത്ത് വിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. ഞാനോർത്ത് എന്നാന്ന് അറിയത്തില്ലോ എന്ന് ഓർത്തുകൊണ്ട് കൂടെ അഴിച്ച് നോക്കിയപ്പോഴാണ് കണ്ടത്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാവേ. അപ്പോൾ ഇവൻ എന്നതാണെന്നറിയാവോ, തല, അതും ആറ്റുമീൻ, കറ്റിമീൻ്റെ തലയാണ് കേട്ടോ. അടിപൊളിയാണ് കറി വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് കേട്ടോ തലക്കറി. ചേട്ടായി അതിൻ്റെ അപ്പുറത്തെ ഇഷ്ടമാണ്. വലിയേച്ചി നമ്മൾ എല്ലാവരോടും എസ്റ്റേറ്റ് കൂടി താമസിച്ച് വന്നപ്പം എങ്ങനെ വരും 2 ആഴ്ച കൂടുമ്പോൾ ചേട്ടായി തല മേടിക്കുമായിരുന്നു. വലിയേച്ചി ഉണ്ടാക്കിക്കോളും. എന്നിട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അത് ഇന്നിപ്പോൾ ഒത്തിരി ദിവസം കൂടിയാണ് നമ്മൾ തല മേടിച്ച് കേട്ടോ. അപ്പോൾ കിട്ടിയപ്പോഴത്തേക്കും കണ്ടപ്പോഴെങ്കിലും ചാടി മേടിച്ചതെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഇവനെ ഒന്ന് സെറ്റാക്കാം അല്ലേ. ഇവനെ വെട്ടിയെടുക്കുക എന്നുള്ളതാണ് ഇനി അടുത്ത ദൗത്യം. ഇതിനെ കൊണ്ട് ഞാൻ അലക്കേലിൻ്റെ ഓട്ട് ഇറങ്ങി വരാൻ പോവുകയാണ് കേട്ടോ. 1 മണിക്കൂറത്തെ പണിയുണ്ട് ഇവനെ ഒന്ന് ശരിയാക്കി എടുക്കണമെങ്കിൽ. എന്നാണെങ്കിലും ചേട്ടായി ഇല്ലാത്ത പൈസ കൊടുത്ത് മേടിച്ചുകൊണ്ട് തന്നപ്പോൾ ഞാൻ റെഡിയാക്കണ്ടേ അല്ലേ. അപ്പോൾ ഞാൻ ഇവനെ റെഡിയാക്കിയൊക്കെ കുട്ടപ്പനായിട്ട് കൊണ്ടുവന്നിട്ട് നമുക്ക് അടിപൊളി തലക്കറി വെക്കാം കേട്ടോ. അപ്പോൾ ചേട്ടായി കൊണ്ട് തന്ന തല ഞാൻ ഈ പരിപാടിയിലോട്ട് വെട്ടി എൻ്റെ കൈയെല്ലാം അവിടെ ഇവിടെയൊക്കെ മുറിഞ്ഞു. എൻ്റെ ഭയങ്കര പറമാട്ടനായിരുന്നു. അയ്യോ ഇതിനകത്ത് ഒരു 1/4 കിലോളം പോവും, ചെതുമ്പരും മറ്റേ പൂവെല്ലാം കൂടെ. എന്നാലും കുഴപ്പമില്ല, നല്ല അടിപൊളിയാണ്. ഞാൻ മുമ്പേ ചപ്പാത്തി ഇല്ലായിരുന്നു, മാവ് കുഴച്ച് അട ഇട്ടു. അടയും പിന്നെ മീൻകറി കൂടെ കൂട്ടി ഇച്ചിരി മുമ്പേ. പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ചോറ് തിന്നുന്നില്ലോ, പിന്നെ കറിയെല്ലാം വെച്ച് പിന്നെ അടയുണ്ടാക്കിയിട്ട് ഞാൻ കഴിച്ചു. ചപ്പാത്തിയാണ് കേട്ടോ ഇന്ന് വൈകിട്ട്. അപ്പം എന്തായാലും കഴിക്കട്ടെ. അതെന്നാ മന്ത്രോ എൻ്റെ പോലെ, അതൊരു പുതിയ മന്ത്രം കേട്ടോ. എന്റെ പൊന്ന് ദൈവമേ മതി. സ്വാഗതം.
അപ്പം എന്നാണേലും കഴിച്ച് ഒന്ന് ടേസ്റ്റ് ചെയ്ത് എന്നിട്ടൊന്ന് പറഞ്ഞ് എങ്ങനെ ഉണ്ടെന്ന്. അത് കഴിഞ്ഞിട്ടാട്ടെ ചേട്ടൻ്റെ മൂത്ത പെങ്ങൾ ഭയങ്കരമായിട്ട് മീൻതല കറി വെച്ച് കൊടുക്കുവേ. എന്നിട്ട് ആങ്ങളെയും പെങ്ങളും കൂടി ഇരുന്ന് ഒരു ഫീലുണ്ടായിരുന്നു കേട്ടോ. പണ്ട് നമ്മൾ ഒരുമിച്ച് കൂടെ താമസിച്ചുകൊണ്ട് അപ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു പറഞ്ഞുകൊണ്ട്. അതും മറ്റേ ഏട്ടക്കുറ്റിയുടെയൊക്കെ ആയിരുന്നു. ഇതാറ്റുമീൻ എങ്ങനെയുണ്ട് ചേട്ടായി? അയ്യോ കേട്ടോ, വലിയച്ചിയുടെ കറിയുടെ അത്ര ഒക്കത്തില്ലത്. അതെന്നാണല്ലോ ഒക്കത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവരൊക്കെ എന്നെക്കാട്ടി എത്ര ഓണങ്ങൾ കൂടുതലുണ്ടോ? ആണോ? നല്ല പുളിയും നല്ല എരിവും, അത്യാവശ്യം നല്ല എരിവും. തേങ്ങാക്കറി ആയതുകൊണ്ട് ഒത്തിരി എരിവ് ഞാൻ ചേർത്തില്ല. പച്ചമുളകും മുളക് പൊടിയൊക്കെ ചേർത്തു. പറഞ്ഞോ, വലിയച്ചിയുടെ കറിയാണ് എൻ്റെ കറിയാണ് നല്ലത്. ഇത് അമ്മ വേണോ ഭാര്യ വേണോ എന്ന് ചോദിച്ച ഭാര്യ ഉണ്ടോ? ഇതാണോ ചേട്ടാ? സമ്മതിക്കില്ല കേട്ടോ. കാര്യം അമ്മയും വലിയ കുമാരി ചേച്ചിയുടെ കറി കിട്ടുമ്പോൾ പറയും കുമാരി ചേച്ചിയുടെ കറിയാ നല്ലതെന്ന്. പിന്നെ വലിയേച്ചു അപ്പൊ അതെ അമ്മമാര് സ്നേഹം. അപ്പൊ എന്തായാലും ആണോ? അതുകൊണ്ടാ പഠിക്കാൻ പോയിരുന്നല്ലേ? അപ്പം എപ്പോഴും നന്ദിയും കടപ്പാടും വേണം മോനെ. അന്നത്തെ കാലമല്ലേ, അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ 2 മക്കളും അല്ല. ഞാൻ 2, നമുക്ക് 2 അല്ലായിരുന്നു അന്ന്. ഞങ്ങൾക്ക് എൻ്റെ കഴിച്ചു കഴിഞ്ഞിട്ട് പറയാം. അപ്പം ഞാൻ ഉപ്പേറിക്കൊക്കെ പോയിട്ട് തിരിച്ചു വന്നു കേട്ടോ. തിരിച്ചു വന്നിട്ട് ഞാൻ ശകലം കൂടെ പുട്ടിയൊക്കെ ഇട്ടു. വരാന്ന് വെച്ചാൽ വിയർത്ത് ഇതായിരുന്നു. ഈ ഹെൽമെറ്റ് കൂടെ ഒന്നുകൊണ്ട് മുടിയൊക്കെ ഒരുമാതിരിയായി. പിന്നെ ഞാൻ പോയി തലമുടിയൊക്കെ ഇരിച്ച് ശകലം പുട്ടിയൊക്കെ ഇട്ടു. നമ്മൾ എന്താ പറയാറ്, നമ്മൾ എപ്പോഴും ഒരുക്കി ഇതൊക്കെ ഇങ്ങനെ നടക്കുക അല്ലേ? അതല്ലേ വേണ്ട. അപ്പം എന്തായാലും ഞാൻ ഉപ്പേറിക്ക് പോയത് CRE ഒന്ന് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ തുണിക്കടയിലൊന്ന് കയറേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. പിന്നെ ചേട്ടായുടെ അരി കിട്ടും, അത് മേടിക്കണമായിരുന്നു. അവിടെ ഒരു പൂരത്തിനുള്ള ആളുണ്ട്. ഞാൻ പിന്നെ ആ പേപ്പർ അവിടെ കൊടുത്തിട്ട് വന്നു. ഇനി 20 കിലോ ഉണ്ട് കേട്ടോ. 20 കിലോ ഉണ്ടെങ്കിൽ സ്കൂട്ടിയെ വെച്ചുകൊണ്ട് വരാനായിട്ട് എനിക്ക് പാടാ. ഫ്രണ്ടിൽ വെച്ചുകൊണ്ട് അത്രയും എനിക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് ഇച്ചിരി പാടായിരിക്കും. അതും അവിടെ നിറച്ച ആൾക്കാരാണ്. അതുകൊണ്ട് മഴയും ചാറാൻ തുടങ്ങി. അപ്പം ഞാനത് മഴ കൂടെ അടപ്പെട്ടു പോകുമല്ലോ എന്ന് ഓർത്താണ് ഞാൻ വിചാരിച്ചു ഇതുകൊണ്ട് ഇവിടെ വെച്ചിട്ട് തിരിച്ചു വരുമ്പോഴത്തേനും അവിടുത്തെ കുറച്ച് ആളും ഒതുങ്ങും എന്ന് വിചാരിച്ചോണ്ട് ഞാൻ വന്നു കേട്ടോ. അപ്പം ഇന്ന് ഞാനിപ്പോൾ ഉപ്പരയ്ക്ക് പോയിട്ടുണ്ടല്ലോ, 1-2 കുഞ്ഞിക്ക സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാവേ. എനിക്കൊരു പൊന്നു മോനുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ എന്താ പറയുക, എൻ്റെ ആപത്ത് സമയങ്ങളിലൊക്കെ എന്നെ ഒത്തിരി ചേർത്ത് പിടിച്ച്, എന്നെ മാത്രമല്ല ചേട്ടായിനെയും അതുപോലൊക്കെ ചേർത്ത് പിടിച്ച എൻ്റെ ഒരു കഷ്ടതയുടെ സമയം തുടങ്ങി എന്നെ അറിയാവുന്ന ഒരു മോനാണ് ഒക്കെയാണ് കേട്ടോ. നമുക്ക് ഈ വർഷം ഓണം ആഘോഷം പരിപാടി ഒന്നുമില്ല. അപ്പോൾ എനിക്ക് തോന്നി ആ മോനും ഫാമിലിക്കും ഒരു കുഞ്ഞി ഡ്രസ്സ് എടുത്തിട്ടുണ്ട്, ഒന്ന് ചുമ്മാ ചേർന്ന് പറ്റിക്കാൻ വേണ്ടി കേട്ടോ. അപ്പം ആ മോന് വേണ്ടിയിട്ട് ഞാനൊരു ടീഷർട്ട് എടുത്തു. എന്നാൽ ഇത് ചൈന കോളറോ അങ്ങനെയുള്ള ഒരു ടീഷർട്ട് എടുത്തു. പിന്നെ ആ മോനൊരു കുഞ്ഞു മോളും ഒരു മോനുമാണുള്ളത് കേട്ടോ. അപ്പം ഞാൻ കുഞ്ഞു മോക്ക് വേണ്ടിയിട്ട് ഇതേണ്ട ഇങ്ങനെ ഒരു കുഞ്ഞിക്ക മിടിയും ഒരു ടോപ്പും കൂടി എടുത്തു. വേണ്ട, ഒരു കുഞ്ഞു മിടിയും ഒരു കുഞ്ഞു ടോപ്പും എടുത്തു. സൈസ് കറക്റ്റ് ആകുമോ നടത്തില്ല, ഇതിനൊന്നും സൈസ് ഇല്ല. നീ അതാ ഏറ്റവും വലിയ 24 മതിയായിരിക്കും എന്ന് പ്രതീക്ഷിച്ചെടുത്തിട്ടുണ്ട്. എന്തായാലും നോക്കാം. പിന്നെ അവിടുത്തെ ഒരു കുട്ടനുണ്ട്, അവന് വേണ്ടിയിട്ട് ഒരു ടീഷർട്ട് എടുത്തു. പിന്നെ അവിടുത്തെ മോക്ക് വേണ്ടിയിട്ട് ഒരു ടോപ്പ് എടുത്തു. ഈ ടോപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു. അതറിയോ, ജ്യോതിക്ക് ഞാൻ എടുത്തുകൊണ്ട് പോയായിരുന്നു കൊട്ടാരക്കരയിലെ. അപ്പം അവൾക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. അടിപൊളിയായിരുന്നു, ഇട്ടിട്ടും നല്ലതായിരുന്നു. അപ്പം അതിൻ്റെ ഒരു മെറൂൺ കളറ് ഞാൻ ഈ മോക്ക് വന്ന് എടുത്തു കേട്ടോ. അപ്പം നമുക്ക് ഓണവും പരിപാടിയും കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിലും നമുക്കൊരു സന്തോഷം. കാരണം അങ്ങനെയാണ്. അതെന്നാണെന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് പിന്നീട് പറയാം. ഇപ്പം അവരറിയണ്ട, അവർ ചിലപ്പോൾ എൻ്റെ വീഡിയോ കാണും, ആ മോളൊക്കെ വീഡിയോ കാണുന്ന. അപ്പോൾ എന്നാ അറിയണ്ട, സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ. അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മുട്ടം വെള്ളം വെക്കും. ഇത് എന്നാത്തിന് ആവശ്യമില്ലാത്ത പണി കാണിച്ചതെന്ന് ചോദിച്ചോണ്ടേ പിന്നെ ഇപ്പോൾ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ ചോദിച്ചാൽ അവൻ വഴക്കുണ്ടാകും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അങ്ങനെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷേ ഞാൻ എന്നാലും ഒരു കുട്ടി ഗിഫ്റ്റൊക്കെ ആണെങ്കിലും മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ നിങ്ങളെ കൂടെ കാണിക്കുമല്ലോ. ഇങ്ങോട്ട് മേടിക്കുന്നത് മാത്രം കാണിച്ചാൽ പോരല്ലോ അല്ലേ? എനിക്ക് കിട്ടുന്നതെല്ലാം ഞാൻ നിങ്ങളെ കാണിക്കാറില്ലേ? അപ്പം ഞാൻ നിങ്ങളെ ഒരു കുഞ്ഞി അങ്ങോട്ട് കൊടുക്കുന്നത് ഒരു കുഞ്ഞ്. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ ഈ ടീഷർട്ടൊക്കെ. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. എനിക്ക് ക്യാമറയ്ക്ക് അത് കാണുന്നതിൽ നല്ല അടിപൊളിയാണ്. അപ്പം ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടമായി കേട്ടോ. കുഞ്ഞു ഒത്തിരി ഓവർ വിലയുടെ ഒന്നുമല്ല, മതിയല്ലോ. കുഞ്ഞു പിള്ളേരല്ലേ, അപ്പോൾ അവർക്ക് ഒത്തിരി വലിയ വിലയുടെ എൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഒരു ഓണക്കോടി, ഒരു രസം, ഒരു സന്തോഷം, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം കുഞ്ഞു പെണ്ണിനിത്, പിന്നെ എൻ്റെ
പൊന്നുമകന് ഉള്ള ടീഷർട്ട്. ഈ ചൈന കോളറും ഈ കളറും കണ്ടപ്പോൾ എനിക്ക് തോന്നി അവന് നല്ലതായിരിക്കും എന്ന് തോന്നി. ഈ ചൈന കോളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പം ഞാൻ പറഞ്ഞാൽ ഇതങ്ങ് എടുത്തേക്കാന്ന് വിചാരിച്ചു. കടകളിലൊക്കെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ, അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തില്ല. നല്ല തിരക്കുണ്ട് അത്യാവശ്യം. എന്തായാലും കച്ചവടം കിട്ടട്ടല്ലേ, എല്ലാവരും ഈ കഷ്ടപ്പെട്ട് പൈസ ഇറക്കി സാധനങ്ങൾ എടുത്ത് വെച്ചേക്കുന്നതല്ലേ, കച്ചവടം കിട്ടട്ടെ, നല്ല കച്ചവടം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. അപ്പോൾ എന്തായാലും ഇപ്പോൾ പോട്ട് വെയിൽ കൊണ്ടുവന്നു. ഇപ്പം ചീറ്റല് വെയിൽ കൊള്ളാൻ മേല, മഴ നനയാൻ മേല, പൊടിയടിക്കാൻ മേല, പെര തൂക്കാൻ മേല, എങ്ങനെ ജീവിക്കും ഞാൻ എനിക്കറിയത്തില്ല. ഈ സ്നോഫീലിയ എന്ന് പറയുന്ന ഒരു മെനകെട്ട രോഗമാണ് കേട്ടോ. ഭാവിയിൽ അത് ശ്വാസം മുട്ടലും ഒക്കെ ആവുമെന്നാണ് പറയുന്നത്. എനിക്കാണെങ്കിൽ ഒന്നും ശക്കലം പോലും ഒന്നും ഇതാകാൻ പറ്റത്തില്ല, പ്രത്യേകിച്ച് ഒരു സ്മെല്ലടിക്കാൻ പറ്റിയില്ല. അങ്ങനെയൊക്കെ ആകുമ്പോൾ എനിക്കിപ്പം പ്രശ്നവും ഏതെന്നാണോ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ കണ്ടല്ലോ സമ്മാനമൊക്കെ, എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ആർക്കാണെന്നുള്ളതൊക്കെ ഞാൻ പിന്നീട് പറയാം. അത് എന്നാ ഇപ്പം സിന്ധുമ ഓണമൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട്, ആഘോഷം പരിപാടിയൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പം സിന്ധുമ എന്നാ പിന്നെ ഇങ്ങനെ ഡ്രസ്സ് എടുത്തെന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും. അതിന് പിന്നീട് ഒരു രഹസ്യമുണ്ട്, ഒരു ഭയങ്കര വലിയ കാര്യമുണ്ട്. അതെന്നാന്നൊക്കെ ഉള്ളത് ഞാൻ പിന്നീട് പറയാം കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ പൊന്നു മോൻ അത്രയ്ക്കും ഞങ്ങൾക്ക് അവനെ കൊണ്ട് എനിക്കും ചേട്ടായിക്കും നമ്മുടെ കുടുംബക്കാർക്കൊക്കെ ഒത്തിരി നല്ല ഉപകാരപ്രദമായിട്ടുള്ള ഒരു മോനാണ് കേട്ടോ. അപ്പം പറ്റിക്കാന്ന് വിചാരിച്ചു, അത്രയേ ഉള്ളൂ. അപ്പം അങ്ങനെ എന്നാ പറഞ്ഞേ, സ്കൂട്ടിയൊക്കെ കൊണ്ടുവന്ന് വീണ്ടും വെച്ചിട്ട് നടന്നു പോവാണ് കേട്ടോ അരി മേടിക്കാൻ വേണ്ടിയിട്ട്. നല്ല അരിയാണ് കേട്ടോ, ഞങ്ങൾക്ക് ഒരു 2-3 മാസത്തേനുണ്ട് 20 കിലോ അരി കിട്ടി കഴിഞ്ഞാൽ. സൂപ്പർ അരിയാണ്, കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത് നല്ല അരിയായിരുന്നു. കുമാരിച്ചിയൊക്കെ അപ്പുറത്ത് പണിയുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ സമയം 3:15 3:30 ആകുമ്പോഴത്തേന് ചെല്ലുവാണെങ്കിൽ കുറച്ചാൾ കുറയുമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ പോകുന്നത് കേട്ടോ. എന്തായാലും പോയി നോക്കാം അല്ലേ. ഭയങ്കര ആളായിരുന്നു കേട്ടോ, ഭയങ്കര ആൾ. ഇച്ചിരിയൊക്കെ വല്ലപ്പോഴും നടക്കണമല്ലോ, അപ്പോൾ ഇടയ്ക്ക് വല്ലപ്പോഴും ഒക്കെ ഒരു ശകലം നടന്നില്ലേ. എന്നാണേലും ബോഡി വെയിറ്റ് ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്, എന്നാലും പെട്ടെന്ന് കൂടും എനിക്ക് അനങ്ങാതിരുന്ന് കഴിയുമ്പോഴത്തേനും. ഫുഡൊക്കെ കൺട്രോൾ ചെയ്ത് ഇച്ചിരി ബോഡി വെയിറ്റൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങളുണ്ടായിരിക്കുന്നേ നല്ല തല നിറച്ച് മുടിയും ഒക്കെ ഉണ്ടായിരുന്നു. പാവം എനിക്ക് വേണ്ടിയിട്ട് കൊളുന്തി ചുമക്കാൻ പോയി. എസ്റ്റേറ്റ് ജോലി ഉണ്ടായിരുന്നു. ജോലി പോയ എസ്റ്റേറ്റ് അടച്ചു പൂട്ടിയ സമയത്തെ ഒരു ഷേപ്പാണിത് കേട്ടോ ചേട്ടാ. ഇത് കണ്ടോ, സൗജന്യ കാർഡാണ് ഇത്. എസ്റ്റേറ്റ് അടച്ചു പൂട്ടി കഴിഞ്ഞപ്പോൾ മുതലേ എല്ലാവർക്കും കിട്ടിയതാണ്, തൊഴിലാളികൾക്കും അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നവർക്ക് എല്ലാവർക്കും. അപ്പം എല്ലാ വർഷവും ഓണത്തിന് അതിന് ശേഷം കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടുമായിരുന്നു കേട്ടോ. കുറേ കടലയും പയറും പരിപ്പൊക്കെ കിട്ടുമായിരുന്നു. അതെല്ലാം ഇപ്പം നിർത്തിയിട്ട് ഇപ്പോൾ 1 കിലോ പഞ്ചസാര, 1 കിലോ കോക്കനട്ട് ഓയിൽ, 20 കിലോ അരി നല്ല സൂപ്പർ അരിയാണ് കേട്ടോ, ചൈതന്യയുടെ നല്ല ഏറ്റവും കൂടിയ അരിയാണ്. അത്രയും സാധനം കിട്ടും. പറഞ്ഞാൽ ഈ ഫോട്ടോയും പഴയ ഫോട്ടോയും കാണുമ്പോണ്ടല്ലോ എനിക്ക് ശരിക്കും ഒരു സങ്കടം തോന്നും. കാരണം നല്ല എല്ലാവരും സാറേന്ന് വിളിച്ചുകൊണ്ടിരുന്ന മനുഷ്യനാണ് ചേട്ടാ. എന്നെ ജോലിയുടെ അത്രയും ഓഫീസിൽ ജോലി ആയതുകൊണ്ട്. എന്നിട്ട് പാവം എനിക്ക് വേണ്ടിയിട്ട് കൊളുന്തി ചുമക്കാനും, മഴയത്ത് അളിഞ്ഞു പുളിഞ്ഞ് ചെളിവെള്ളം എല്ലാം ചാടി കോഴിപ്പെട്ടി ചുമക്കാനും, കോഴിയുടെ തലവഴി. സത്യം പറയല്ലേ, എനിക്കുണ്ടല്ലോ ഈ കോഴി അപ്പി കോരാനൊക്കെ മടിയാണ്. പക്ഷേ ചേട്ടായിക്ക് ഒരു അറപ്പൊന്നും അങ്ങനെയൊന്നും ഇല്ല. നമുക്ക് അതിനങ്ങനെ ജീവിക്കാൻ വേണ്ടിയിട്ട് എന്ത് ജോലിയും ചെയ്യുന്നതിന് എന്നെ അടി എന്ന് പറയും. സത്യം ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ശരിക്കും പാവം തോന്നും. ഇപ്പം വീട്ടിലിരുന്ന് റെസ്റ്റ് എടുത്ത് ഫുഡ് കഴിക്കേണ്ട മനുഷ്യനാണല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ ദൈവം നമ്മളെ നടത്തും ഏതൊരു വിധത്തിലൊക്കെ. അങ്ങനെ 2:30 തുടങ്ങിപ്പോയി ഇരുന്നിട്ട് 4 മണിയാകുമ്പോൾ കിട്ടുന്നുണ്ട്. 1 മണിക്ക് മുമ്പേ കൊണ്ടുപോയി കൊടുത്താൽ കേട്ടോ. ഇതിനൊരു പേപ്പർ കിട്ടും, അത് കൊണ്ടുപോയി കൊടുത്താൽ ഭയങ്കര ജനമായിരുന്നു. അതിനെന്നോ എല്ലാ ഡിവിഷൻകാരെയും കൂടെ വിളിച്ചേക്കും കണ്ടായിരുന്നു. അതുകൊണ്ട് ഭയങ്കര ആളായിരുന്നു. എനിക്കറിയത്തൊന്നും ഒത്തിരി പേരെ എനിക്കറിയത്തില്ലാത്ത ഒത്തിരി പേരുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ മോനെ ഇടിച്ച് ഞെക്കി തെള്ളി ഭയങ്കര ബഹളമായിരുന്നു. അതുകൊണ്ട് ഞാൻ പേപ്പർ കൊടുത്തിട്ട് പോകുന്നത്. ഇപ്പം ഞാൻ ഇപ്പം ചെന്ന് ഒരു 1.5 മണിക്കൂർ ഇരുന്നു. പിന്നെ നമുക്ക് തേനമാക്കളെ കട ഞാൻ നിന്ന് കടയുടെ തൊട്ടടുത്ത ഷട്ടറായിരുന്നു കേട്ടോ. അതുകൊണ്ട് അവിടെ കസേര ഇട്ട് ചേട്ടനുണ്ടായിരുന്നു കടയിൽ കയറിയിരുന്നു. എന്നിട്ട് പേര് വിളിച്ചത് ജസ്റ്റ് കേട്ടില്ല. ഓടി ചെന്നപ്പോഴത്തേക്കും ഒരു ബഹളം വെക്കുക. അവിടെ കൊണ്ട് പറഞ്ഞു. ഞാൻ പറയാം എനിക്ക് നട്ടലിന് പ്രശ്നമുള്ള, ഞാൻ അവിടെ മാറുന്ന. പിന്നെ ഞാൻ നിർത്തേനും തന്നു കേട്ടോ. അപ്പോൾ പുറകെ നിന്ന് ആരാണ്ടൊക്കെ ചോദിക്കുന്നു, അയ്യോ അത് പാവം സുനിലിൻ്റെ വേണ്ടല്ലേ, അതിന് കൊടുക്കുക, അതിന് വയ്യാത്തതാണ്. അങ്ങനെ അപ്പോൾ എന്തായാലും കിട്ടി, സമാധാനപരമായിട്ട് വീട്ടിൽ വന്നിട്ടുണ്ട്. ഇനി ഒരു 2-3 മാസത്തേന് കുശാൽ കാന്താരി അടയിൽ മതി. സംബന്ധി അരച്ചാണെങ്കിലും നമുക്ക് കഞ്ഞി വെച്ച് കുടിക്കാം, അരിക്കൊരു മുട്ടുമില്ല. ദൈവമേ എൻ്റെ ഈശ്വര. അതാ ഞാൻ പറഞ്ഞേ, ചില സമയത്ത് എനിക്ക് ചേട്ടൻ്റെ ഈ പഴയ ഫോട്ടോസൊക്കെ കാണുമ്പോഴൊക്കെ, കുറേ ഫോട്ടോസ് ഉണ്ട് പഴയത് തലമുടിയൊക്കെ ഉള്ളത്, നല്ല സുന്ദരനായിട്ടുള്ളത്. അതൊക്കെ കാണുമ്പോൾ എനിക്ക് വിഷമം വരും. കാരണം എന്നെ കെട്ടിയതുകൊണ്ടാണല്ലോ ഈ പാവം മനുഷ്യൻ ഇപ്പം ഈ തലയും പൊട്ടത്തലയായി ഇത്രയും അലച്ചിലഞ്ഞ് കഷ്ടപ്പെട്ട് ഈ ഒരു പരുവായി എന്ന് ഓർക്കുമ്പോൾ എനിക്ക് ഒത്തിരി സങ്കടം തോന്നും. പക്ഷേ ചേട്ടാ അതിനകത്തൊന്നും ഇതല്ല. ചേട്ടായി പറയും, നിന്നെ കിട്ടിയേ പിന്നെ അടി എനിക്കൊരു സമാധാനവും സ്വസ്ഥതയായിട്ട് ഞാൻ ജീവിക്കാൻ തുടങ്ങിയെന്ന് പറയും. ഇന്ന് അവിടെ കൂടിയ കുറേ ചേച്ചിമാരുണ്ടായിരുന്നു കേട്ടോ. എസ്റ്റേറ്റിലുള്ള പ്രമീള ചേച്ചി, ഒത്തിരി ചേച്ചിമാരുണ്ടായിരുന്നു, പേര് പറയാൻ പറ്റത്തില്ല, അതേപോലെ ഉണ്ടായിരുന്നു.
അപ്പം ഞാൻ കടയിൽ ഇരിക്കുന്നത് കണ്ടപ്പോഴത്തേനും എല്ലാവരും കയറി വരികയും പ്രിമള ചേച്ചി കടയ്ക്കകത്തുണ്ടായിരുന്നു. ഇറങ്ങി ചെന്നപ്പോഴത്തേനും ആണെങ്കിലും എല്ലാവരും എന്നാ കൊണ്ട് വെച്ച വിശേഷം, എന്നാ കൊണ്ട് വെച്ച വിശേഷം ഞങ്ങൾ അറിയുന്നുണ്ട്, കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. എല്ലാവർക്കും നന്മ വരുത്തട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരുടെയും കാര്യങ്ങൾ അറിയാമല്ലോ. അങ്ങനെ എന്നാലും എല്ലാവരെയും കണ്ടപ്പോൾ നമുക്കൊരു സന്തോഷം കേട്ടോ. നീ ഒന്നിനും പ്രതികരിക്കരുത് മോളെ, നീ ഹാപ്പിയായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുക. സുനിലിനും അതുകൊണ്ട് തന്നെ അവൻ പണിയാൻ പറ്റുന്നുണ്ട്. ചേട്ടായെക്കാട്ടി മൂത്ത ചേച്ചിമാരാണ് കേട്ടോ, ഒത്തിരി ചേച്ചിമാരുണ്ട്. പഞ്ച ചേച്ചി, ഓമന ചേച്ചി, കുയിലമ്മ ചേച്ചി, അതോ നമ്മുടെ പേര് പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ പ്രശ്നമാവും. എൻ്റെ പേര് നീ പറഞ്ഞില്ലല്ലോ എന്ന് ചിലപ്പോൾ പേടിയൊക്കെ പറയും. അപ്പം അങ്ങനെ കുറേ അധികം ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ എടുത്ത് അരി മേടിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇങ്ങോട്ട് ഇത് സത്യം പറയാമല്ലോ, ഓട്ടോക്കാരൻ വെച്ച് ഇവിടെ എടുത്തുകൊണ്ട് കൊണ്ടുവച്ച് തന്നിട്ട് പോയി കേട്ടോ. എനിക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല. ഈ വെല്ലുകെട്ടലാട് ഇപ്പുറം കിടത്തി തന്നു. പിന്നെ ഞാൻ അവിടുന്ന് വലിച്ചുകൊണ്ട് ഇപ്പോൾ ഇവിടെ കൊണ്ടുപോയി വെച്ചതാണ്. എന്നെ കൊണ്ട് സത്യം പറഞ്ഞാൽ കാഴ്ചക്ക് ഒരു കുഴപ്പമില്ല. പൊണ്ണത്തടിക്ക് തടി എല്ലാം ഉണ്ട്. പക്ഷേ അത്ര ഒന്നും എടുക്കാനുള്ള കപ്പാസിറ്റി ഒന്നുമില്ല. എന്നിട്ട് ചാക്കിനകത്ത് വാങ്ങിച്ച് വെച്ചിട്ട് ഞാൻ പതിയെ അവിടെ നിന്ന് ഉദയൻചേട്ടൻ്റെ ഉണ്ണിച്ചേട്ടൻ്റെ ഒക്കെ മുഖത്തോട്ട് നോക്കി. എല്ലാം നമ്മുടെ എസ്റ്റേറ്റിൻ്റെ അവിടെ ഉള്ള കേട്ടോ. ഉദയൻചേട്ടനൊക്കെ നമ്മുടെ സ്വന്തമാണ്, ചേട്ടായുടെ സ്വന്തമാണ്. ഉണ്ണിച്ചേട്ടനാണേലും അത് കേട്ടോ. അപ്പോഴത്തേനും ഉണ്ണിച്ചേട്ടൻ നല്ല പ്രായമുള്ള ചേട്ടനാ. ഉണ്ണിച്ചേട്ടനുണ്ടെ പതിയെ ചാക്ക് ഞാൻ പിടിച്ചപ്പോഴത്തേനും തന്നെ ചാക്കയെ വന്ന് പിടിച്ച് അരിയത് കളയാതെ പിടിച്ച് രണ്ടുപേരൂടെ എടുത്ത് വെച്ച് ഇപ്പുറത്ത് മാറ്റി തന്നു കേട്ടോ. എനിക്ക് എടുക്കാൻ പറ്റത്തില്ല. എനിക്ക് ഇത്രയും വർഷങ്ങൾ 6-7 മാസം ഞാൻ നട്ടലിന് പ്രശ്നമായിട്ട് ഞാൻ ഒരേ കിടപ്പൊക്കെ കിടന്നു. അതൊക്കെ ഇതെനിക്ക് എല്ലാവർക്കും അറിയാം. അപ്പം ഞാൻ കുറേ വർഷങ്ങളായിട്ട് എനിക്ക് ഈ നട്ടലിൻ്റെ പ്രശ്നവും വേദനയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ 8-9 വർഷമായി. 8 അല്ല 10-11 വർഷമായി. 8 വർഷത്തോളം ഞാൻ ബെൽറ്റ് ഇട്ടുകൊണ്ട് നടന്നു. അപ്പോൾ അതെല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ സൈഡിലുള്ളവർക്ക് എല്ലാവരും നമ്മുടെ വീട്ടിലായിരുന്നു വെള്ളം എടുക്കാനും കാപ്പിക്കും കടുങ്കാപ്പിക്കും ഒക്കെ വരുന്നത്. കാരണം അവിടെ ആ ഒരു വീടേ ഉള്ളൂ, ആ നമ്മുടെ ആ പ്രദേശത്ത് ആൾക്കാരുള്ളത്. അതുകൊണ്ട് എല്ലാവരും വരുന്നത് അവിടെയാണ്. പിന്നെ ചേട്ടനെ എല്ലാവർക്കും ജീവനാണ്, സരോമേനെ എല്ലാവർക്കും ജീവനാണ്. അങ്ങനെ അപ്പോൾ ഇന്ന് എല്ലാവരെയും കണ്ടപ്പോഴത്തേനും എനിക്ക് തോരാതെ പറയാനായിട്ട് ഇഷ്ടം പോലെ കാര്യങ്ങളായി കേട്ടോ. കാരണം അവരുടെയൊക്കെ കൂടുമ്പോണ്ടല്ലോ ഒരു പോസിറ്റീവ് അതെ പറയാതിരിക്കാൻ പറ്റത്തില്ല. ആ പഴയ ഓർമ്മകളും കാര്യങ്ങളും എല്ലാം വരും എന്നാ പറഞ്ഞാലും. അപ്പോൾ എല്ലാവരെയും കണ്ടു അവർ. പിന്നെ അന്നേരം തന്നെ നമ്മുടെ ചേട്ടായിക്ക് എപ്പോഴും കൂട്ടു കിടക്കുന്ന ഒരു ചേട്ടനുണ്ട്. ആ ചേട്ടൻ്റെ പേര് മറന്നു കേട്ടോ. നമ്മുടെ അത് എസ്റ്റേറ്റിൽ തന്നെയുള്ള തങ്കൻ ചേട്ടൻ. എൻ്റെ മോന് പെട്ടെന്ന് തന്നെ അവനെ എടുത്തുകൊണ്ട് കൊണ്ടുവന്ന് ഓട്ടോയെ വെച്ച് ഇവിടെ തന്നിട്ട് പോയി. ഇതിൽ കൂടുതൽ എന്നാ പിള്ളേരൊക്കെ ചെയ്യേണ്ടതാ? എൻ്റെ ദൈവമേ, എല്ലാ കുഞ്ഞുങ്ങളും നമ്മളെ അത്രയ്ക്കും എല്ലാം കൂപ്പുകറയുള്ള പ്രത്യേകിച്ച് എസ്റ്റേറ്റ് മേഖലയിലുള്ളവർക്ക് അത്രയ്ക്കും നമ്മളെ ജീവനും സ്നേഹമൊക്കെയാണ്. അതൊക്കെ മതിയെന്ന് നമുക്ക് ജീവിക്കാനായിട്ട് കൂടുതലൊന്നും വേണ്ട. അന്നന്ന് കഴിയുവാനായിട്ടുള്ളൊരു ഇതും അന്നന്നത്തെ ആഹാരം അന്നന്നത്തിന് വേണ്ട വസ്ത്രവും അതുപോലെ തന്നെ സമാധാനവും മാത്രം മതി ജീവിതത്തിൽ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനെ ചേട്ടാനും പിന്നെ എനിക്ക് ചേട്ടായുടെ കഷ്ടപ്പാടും ഒക്കെ കാണുമ്പോൾ ഇച്ചിരി വിഷമമുണ്ട്. പിന്നെ ആ ചേച്ചിമാരെല്ലാം ഇന്ന് പറയായിരുന്നു, സാരമില്ല പണിയാൻ പൊക്കോട്ടെ, അവൻ കടയിൽ പൊക്കോട്ടെ, അവൻ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നതാണ്. വേണ്ടി ഞങ്ങൾ ചെല്ലുമ്പോഴെല്ലാം ഞങ്ങളോട് മുട്ടം വഴക്കാടി. അന്നത്തെ പോലെ തന്നെ ഞങ്ങളെല്ലാം പുളുമണിന്നും ഒക്കെ വിളിക്കും. അവനെ മുട്ടം വഴക്കാടിയത്. അപ്പം ചേട്ടനെ ജീവനായിട്ടല്ലേ. എന്തായാലും അതൊക്കെ കേട്ടപ്പോൾ ഒത്തിരി സന്തോഷമായി. ഈ പറഞ്ഞാല് എല്ലാവരുടെയും കൂടിയുള്ള ഒരു ഇത്രയും 1.5 മണിക്കൂർ എല്ലാവരുമായിട്ട് അവിടെ നിന്ന് വർത്താനം പറച്ചിലായിരുന്നു കേട്ടോ. അതുകൊണ്ട് ആ കിട്ടിയ ഒരു സന്തോഷമാണ് ഞാൻ നിങ്ങളോട് കൂടെ ഷെയർ ചെയ്തത് കേട്ടോ. ഇതൊക്കെയാണ് നമ്മുടെ സന്തോഷം. അപ്പം എന്നാ പറഞ്ഞാലും ആ പണ്ട് മുതലുള്ള ഞാൻ ചെന്നപ്പോൾ മുതലുള്ള അന്ന് കാണുന്ന അവർ ഇന്ന് തന്നെ ഇതേപോലെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ചേർത്ത് നിർത്തുന്നുണ്ടെങ്കിൽ അതൊക്കെ പോരെ. പിന്നെ നമുക്ക് എന്നതാ വേണ്ടത്. അപ്പം ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ ആ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അതുകൊണ്ട് തന്നെ ആ ബെൽ ബട്ടൺ ഒന്ന് ഇടിച്ചു പിടിച്ചു കേട്ടോ. അപ്പോൾ പുതിയൊരു ഹാപ്പി വീഡിയോ വരുന്നവരെല്ലാവർക്കും ടാറ്റാ.